രാവിലെ തന്നെ എനിക്ക് കുറച്ച് ചീര കിട്ടി, പച്ചച്ചീര. ഈ രീതിയിലുള്ള ചീരയാണ് കിട്ടിയത്. ഇത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിലും വലിയ ചീര ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ചീര ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഏതായാലും കൊള്ളാം. എനിക്ക് ഇന്ന് 20 രൂപയ്ക്ക് ഇത് കിട്ടിയത്. ഞാൻ ഇനി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇവർ പകുതി ഒരുക്കിക്കൊണ്ടാണ് വരുന്നത്. വേരൊക്കെ കളഞ്ഞ് അതിൻ്റെ തണ്ട് പകുതി മുറിച്ചൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നാലും നമുക്കൊന്ന് ഒരുക്കിയെടുക്കണം. കാരണം അതിനകത്ത് മൂത്ത തണ്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കി ഇലകൾ മാത്രം, പിന്നെ എളുപ്പം തണ്ടൊക്കെ എടുത്തിട്ടതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി തോരൻ വെക്കാനാണ് ഞാൻ ഇതിവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ചക്കക്കുരു ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. അതോട് ചേർത്ത് നല്ലൊരു തോരൻ വെക്കണം. എല്ലാവർക്കും അറിയാമല്ലോ തോരൻ വെക്കാൻ. ഞാനിതിവിടെ എല്ലാം വൃത്തിയാക്കിയൊന്ന് എടുത്ത് ഇനി ഇതൊന്ന് കഴുകി നല്ലവണ്ണം കഴുകിയെടുക്കണം. മണ്ണൊന്നും അധികം ഇല്ല, കാരണം അവർ അന്നേരം തന്നെ വേര് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് മണ്ണൊന്നും അധികം പിടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയൊരു കഴിവാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നത്. ഇവിടുത്തുകാരൊക്കെ ആണെങ്കിൽ ഇത് ചുമ്മാ ഇല പറിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് അവർ കറി വെക്കുന്നത്. തോരൻ വെക്കുന്നത് പറയാൻ പറ്റത്തില്ല, കറി വെക്കുന്നത്. അവർക്ക് കറി എന്ന് പറഞ്ഞാൽ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളിക്കായി ചേർത്ത്, പിന്നെ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അവരൊന്ന് എന്താ പറയുന്നത്, തോരൻ പോലെ എടുത്ത് ഒരു സബ്ജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക ഒരു കഴിവാണ് ഇങ്ങനെ ചെറുതായൊക്കെ അരിഞ്ഞ് അതിൻ്റെ രീതിയിൽ നമ്മൾ അരിഞ്ഞാണ് അതൊക്കെ കറി വെക്കുന്നത്. ഓരോന്നിനും ഓരോ ഷേപ്പ് അല്ലേ, അങ്ങനെ തന്നെ. മെഴുക്കുവരട്ടിക്ക് വേറൊരു ഷേപ്പ്, തോരന് വേറെ ഷേപ്പ്, അങ്ങനെയൊക്കെ അരിഞ്ഞല്ലേ നമ്മൾ കറി വെക്കുന്നത്. അതുപോലെ ഇങ്ങനെ പിടിച്ചരിയാൻ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും കത്തി ഉൾട്ട പിടിച്ചിട്ട്, മീൻസ് തിരിച്ച് പിടിച്ചിട്ട് അരിയുന്നത് കണ്ടിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു. അതിനുശേഷം പാനെടുപ്പ് വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അല്പം സവാള ചേർത്ത് അതിനോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ് വെച്ച ഇല ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇത് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം ബാക്കി ചേരുവകളോട് ചേർക്കണം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയൊക്കെയല്ലേ വെക്കുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ അന്നേരത്തേക്ക് ചക്കക്കുരു നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു. മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചായിരുന്നു. ഇനി അതോട് ചേർത്തിളക്കി നല്ലവണ്ണം വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ അരപ്പല്ലേ, തേങ്ങ ചേർത്ത്, അതെല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ജീരകം ഒക്കെ ചേർത്ത് ചതച്ച് ഒന്ന് നല്ലവണ്ണം ഇളക്കി നല്ല ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ ഇവിടുത്തെ വിശേഷം ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്കൊക്കെ അടുത്ത വീഡിയോ കാണാം.